ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഫുഡ് സേഫ്റ്റി ഓഫീസർ എന്ന തസ്തികയുമായിട്ട് ബന്ധപ്പെട്ട് റാങ്ക് ലിസ്റ്റുമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനാണ്. അതായത് നമുക്കറിയാം, ഈ കഴിഞ്ഞു പോയ പരീക്ഷയിൽ എത്രാമത്തെ റാങ്ക് കിട്ടിയ ഒരാൾക്കാണ് നിയമനം കിട്ടിയിരിക്കുന്നത്. അതുതന്നെ നിലവിലെ സാഹചര്യത്തിൽ SC ST OBC ജനറൽ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ളവർക്ക് ഏതൊക്കെ റാങ്ക് ലിസ്റ്റിൽ വന്നാലാണ് നിയമനം കിട്ടാൻ സാധ്യത എന്നതാണ് നിലവിലെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നത്. കാരണം റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും അഡ്വൈസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുതിയ റാങ്ക് ലിസ്റ്റ് വരുമ്പോഴും ഇതുപോലെ തന്നെയായിരിക്കും ഇതിൻ്റെ നിയമനങ്ങളുടെ രീതി എന്ന് ഏറെക്കുറെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. അപ്പോൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ തയ്യാറെടുപ്പുകൾ, നമ്മുടെ ഒരു ലക്ഷ്യം ഒരു റാങ്ക് ആയിരിക്കണം. അതെപ്പോഴും ഒന്നാമത്തെ റാങ്ക് തന്നെ ആയിരിക്കുക എന്ന് പ്രധാനപ്പെട്ടതാണ്. എങ്കിലും നമുക്ക് ഏതൊക്കെ റാങ്ക് വരെ വന്നാൽ നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്നൊരു കൃത്യമായൊരു മെസ്സേജ് നൽകാൻ എന്ത് പറ്റും, നമ്മുടെ പ്രിപ്പറേഷനും റാങ്കും ഒക്കെ സഹായിക്കും. അപ്പോൾ അതിനുള്ള ഒരു അഡ്വൈസ് ആണ് ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും നൽകാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതിരിക്കുക. ആദ്യമായിട്ട് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. കൂടുതൽ ഇതിലേക്കൊന്നും പോകുന്നില്ല, കാരണം സമയം കഴിഞ്ഞാണ് എല്ലാവരും അപ്ലൈ ചെയ്തതാണ്. അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഇതിൽ പറയാനുള്ള എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സാലറിയാണ്. നല്ല സാലറി കിട്ടുന്ന 39,300 മുതൽ 83,000 രൂപ വരെ സാലറി കിട്ടുന്ന നല്ലൊരു തസ്തികയാണിത്. അതുകൊണ്ട് തന്നെ നല്ലതായിട്ട് ആൾക്കാർ പ്രിപ്പയർ ചെയ്ത് എഴുതുക തന്നെ വേണം. കാരണം ലൈഫിൽ കിട്ടാവുന്ന ഏറ്റവും സെക്യൂർ ആയിട്ടുള്ള ജോബ് കൂടിയാണ്. ഇനി നമുക്കിതിനകത്ത് കഴിഞ്ഞു പോയ പരീക്ഷയുടെ ഏറ്റവും അവസാനം നടന്ന പരീക്ഷയുടെ ഡീറ്റെയിൽസ് ഓരോന്നായിട്ട് നോക്കാം. അതിൽ കാറ്റഗറി നമ്പർ, അന്നത്തെ കാറ്റഗറി നമ്പർ 499/2019 എന്ന രീതിയിലായിരുന്നു ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നത്. ഇതിൻ്റെ പരീക്ഷ നടന്നത് എന്ന് പറഞ്ഞാൽ 9/6/2022 അതിനുശേഷം ഇതിൻ്റെ കട്ട് ഓഫ് മാർക്ക്, അതായത് പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്കായിട്ട് വന്ന 58 മാർക്കായിരുന്നു. ഇനി റിട്ടേൺ എക്സാമിനേഷനിൽ, അതായത് എഴുതി ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയത് 72.33 മാർക്കായിരുന്നു. ഇത്രയും മാർക്കിൻ്റെ ഡിഫറൻസ് ആയിരുന്നു കട്ട് ഓഫും ടോപ്പ് സ്കോറും തമ്മിൽ ഉണ്ടായിരുന്നത്. ഇനിയും ഇവിടെ ടോട്ടലായിട്ട് അഡ്വൈസ് ജനറേറ്റ് ചെയ്തിരിക്കുന്ന 66 അഡ്വൈസുകളാണ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനിയും മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത്, അതായത് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് 114 പേരാണ്. 114 പേര് ഇതിൻ്റെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുകയും ചെയ്തു. ഇതായിരുന്നു ഈ തസ്തികയുടെ പ്രധാനപ്പെട്ട ഒരു ഡീറ്റെയിൽസ്. നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ അടുത്തതായിട്ട് അഡ്വൈസ് ആണ്. എത്ര പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് എന്നുള്ളതാണ് നോക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും നമ്മൾ നോക്കുമ്പോൾ OC ഓപ്പൺ കാറ്റഗറിയിൽ യാതൊരുവിധ സംവരണവും ഇല്ലാത്തവർക്ക് 52ാമത്തെ റാങ്കുകാരന് വരെ അഡ്വൈസ് പോയതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഈഴവ കമ്മ്യൂണിറ്റിയിലേക്ക് പോകുമ്പോൾ 60ാമത്തെ റാങ്കുകാരന് വരെ അഡ്വൈസ് പോയതായിട്ട് കാണുന്നുണ്ട്. ഇനിയും ഷെഡ്യൂൾഡ് കാസ്റ്റിലേക്ക് പോകുമ്പോൾ 4ാമത്തെ റാങ്കുകാരന് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്ന്, 4ാമത്തെ സപ്ലിമെൻ്ററി റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമിച്ചതായിട്ട് അഡ്വൈസ് കൊടുത്തതായിട്ട് കാണുന്നുണ്ട്. ഇനിയും STയുടെ കോൺടെസ്റ്റ് എടുക്കുമ്പോൾ അതിനകത്ത് സപ്ലിമെൻ്ററി ലിസ്റ്റ് 2ൽ നിന്നും അഡ്വൈസ് പോയതായിട്ട് കാണുന്നുണ്ട്. മുസ്ലിമിൻ്റെ മെയിൻ ലിസ്റ്റിൽ നിന്ന് 67ാമത്തെ ആൾക്ക് വരെ അഡ്വൈസ് പോയതായിട്ട് കാണുന്നുണ്ട്. ഇനി LCയുടെ കാറ്റഗറിയിലേക്ക് പോകുമ്പോൾ 98ാമത്തെ റാങ്കുകാരന് വരെ അഡ്വൈസ് പോയതായിട്ട് കാണുന്നുണ്ട്. OBC കോമൺ OBC നോക്കുമ്പോൾ 101ാമത്തെ റാങ്കുകാരനും അഡ്വൈസ് പോയതായിട്ട് കാണുന്നുണ്ട്. ഇത്രയുമാണ് പൊതുവായിട്ടുള്ള ഒരു അഡ്വൈസുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ്. അപ്പോൾ എല്ലാവരും ഈ ഒരു റാങ്ക് ലിസ്റ്റ് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നിങ്ങളുടെ പ്രിപ്പറേഷൻ മുമ്പോട്ട് കൊണ്ടുപോകാൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഒരു മാർക്കിൻ്റെ പ്രാധാന്യം, ഒരു മാർക്കിൻ്റെ അല്ല, 0.1 മാർക്കിന് പോലും റാങ്ക് ലിസ്റ്റിൽ വലിയ റോളുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ബോധം നിങ്ങൾക്ക് ഉണ്ടാകുക, ഒട്ടും തന്നെ നെഗറ്റീവ് ഉണ്ടാക്കാതെ മുമ്പോട്ട് പോകുക. ആ ഒരു കാര്യത്തിലാണ് എനിക്ക് പറയാനുള്ളത്. ഫുഡ് സേഫ്റ്റി ഓഫീസറിൻ്റെ റാങ്ക് ബൂസ്റ്റിംഗ് ടെസ്റ്റ് സീരീസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏണസ്റ്റ് അക്കാഡമി കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുന്ന ഒരു ടെസ്റ്റ് സീരീസാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് പ്രാക്ടിക് ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റ് അവൈലബിൾ ആണ്. ടോപ്പിക് ടെസ്റ്റ്, മൊഡ്യൂൾ ടെസ്റ്റ്, മോഡൽ ടെസ്റ്റ് എന്നീ രീതിയിൽ നമ്മൾ 4 രീതിയിൽ ഡിവൈഡ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഏതാണ്ട് 3500-ലധികം ക്വസ്റ്റ്യനുകളെ പ്ലാൻ ചെയ്ത് നിങ്ങൾക്ക് തരുന്നത്. അതായത് കൃത്യമായിട്ട് നിങ്ങളുടെ പഠനം വിലയിരുത്താനും നിങ്ങൾക്ക് ഏത് രീതിയിൽ എക്സാം ക്രാക്ക് ചെയ്യണമെന്ന് നിങ്ങളെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാനും കഴിയുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ടെസ്റ്റ് സീരീസ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ടെസ്റ്റ് സീരീസ് നിങ്ങൾ ജോയിൻ ചെയ്യണം. വലിയ തുകയൊന്നുമല്ല, ചെറിയൊരു തുക മാത്രമേ ഉള്ളൂ. 500 രൂപ മാത്രമാണ് ഇതിന് ചിലവ് വരിക. അതിന് താഴെയുള്ള ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ കയറി നിങ്ങൾക്ക് നേരിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കോഴ്സിൻ്റെ കാര്യം. നമ്മൾ ഇനിയുള്ള കുറച്ച് സമയം കൊണ്ട് തന്നെ നിങ്ങൾക്ക് കോഴ്സ് ക്രാക്ക് ചെയ്യത്തക്ക രീതിയിൽ 75 ദിവസത്തെ ഒരു സ്റ്റഡി പ്ലാനോടുകൂടി തന്നെ ഈ കോഴ്സ്, നിലവിലെ കോഴ്സിനെ റീസ്ട്രക്ചർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുതുതായിട്ട് ചേരുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഈ കോഴ്സ് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഈ കോഴ്സിലൂടെ നിങ്ങൾക്ക് കഴിഞ്ഞു പോയ ക്ലാസ്സും ഒപ്പം തന്നെ സിലബസ് ബേസ്ഡ് ആയിട്ട് കണ്ടന്റുകളും തീർത്ത് എക്സാം ആകുമ്പോഴേക്കും ഈ ഒരു പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് തുല്യമായ ലെവലിലേക്ക് എത്താനും ടെസ്റ്റ് സീരീസുകളും ബാക്കിയുള്ളതൊക്കെ എഴുതി ഒരു പ്രോ ലെവൽ, അതായത് റാങ്ക് ലിസ്റ്റിൻ്റെ ഒരു 50-നകത്ത് തന്നെ ഇടം നേടുന്ന രീതിയിൽ നിങ്ങളെ പ്രാപ്തനാക്കാനും ഈ ഒരു കോഴ്സിൽ പറ്റും. ആ രീതിയിൽ നിങ്ങൾക്കൊപ്പം ഒരു മെൻറ്റർ റെഗുലറായിട്ട് തന്നെ ഉണ്ടാകുമെന്ന രീതിയിലാണ് നമ്മൾ കോഴ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓർക്കുക, നിങ്ങൾക്ക് ലോകത്തിൻ്റെ ഏത് കോണിലിരുന്ന് ഈ കോഴ്സിന് ജോയിൻ ചെയ്യാൻ പറ്റുമെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് മാത്രമല്ല, നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് ഇൻട്രാക്ട് ചെയ്യാം.
മെൻറ്റേഴ്സിനോട് നിങ്ങളുടെ സംശയങ്ങൾ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്ക് വാട്സാപ്പ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. 24 മണിക്കൂറും വാട്സാപ്പ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. കമ്മ്യൂണിറ്റിയിൽ നിങ്ങളുടെ മെസ്സേജുകൾ ഇട്ടാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് റെസ്പോൺസ് കിട്ടുന്നതായിരിക്കും. അത്തരത്തിലാണ് നമ്മുടെ കോഴ്സുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ കോഴ്സിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ടെസ്റ്റ് സീരീസ് എന്ന് പറയുന്നത്. അതായത് ഇതിനകത്ത് തന്നെ മൊഡ്യൂൾ ടെസ്റ്റും ചാപ്റ്റർ ടെസ്റ്റും ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ടെസ്റ്റും ഈ കോഴ്സിനോടൊപ്പം കൂടി ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതായത് നിങ്ങൾക്ക് ഒരു പ്രോ ലെവലിൽ എക്സാം ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരു എക്സാം എന്നതൊരു ഹാർഡിലാവില്ല. നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു എക്സാം എൻവയോൺമെൻറ്റിൽ തന്നെ ഇരുന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് എക്സാമിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു കോഴ്സിൽ ചേർന്നാൽ ഒരു 50-നകത്തുള്ള റാങ്ക് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ കോഴ്സിന് ജോയിൻ ചെയ്യുമെന്ന് കരുതുന്നു. അപ്പോൾ കോഴ്സിനെ പറ്റി കൂടുതൽ അറിയണമെങ്കിലും ടെസ്റ്റ് സീരീസിനെ പറ്റി അറിയണമെങ്കിലും വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.